വയനാട് കാട്ടിക്കുളത്തെ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. നിരവധി പേർക്ക് പരിക്കുണ്ട്. ടൂറിസ്റ്റ് ബസ്സും KSRTC ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. വിവരങ്ങളുമായി PS അർജുൻ ചേരുന്നു. അർജുൻ, വയനാട് നടന്ന ബസ് അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ. അർജുൻ. വിനോദ്, ഏകദേശം ഒരു 3 മണിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്സിഡന്റ് ഉണ്ടായത്. അതായത് കർണാടക RTCയും അതുപോലെ തന്നെ ഒരു ടൂറിസ്റ്റ് ബസ്സും തമ്മിലാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. കാട്ടിക്കുളം 54 വെച്ചാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. അപകടത്തിൽ നിരവധി പേർക്ക് 35ഓളം പേർക്ക് അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ 25ഓളം പേർ ഇപ്പോൾ വയനാട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ബാക്കിയുള്ളവർ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ കുറച്ചുപേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. പക്ഷേ ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയൊരു ആക്സിഡന്റ് ആണ്. തലനാരിക്ക് ഇടയ്ക്കാണ് എല്ലാവരും രക്ഷപ്പെട്ടത്. ഈ ഡ്രൈവറെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ ഡ്രൈവർ സീറ്റിൽ നിന്നും പുറത്തെടുക്കുന്നത്. ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് കാണിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപകടം. പക്ഷേ ആർക്കും വലിയ ഗുരുതര പരിക്കില്ലാതെ ആ അപകടം ഒഴിഞ്ഞു മാറി എന്ന് വേണം പറയാൻ. വയനാടാണ് ബസ് അപകടം ഉണ്ടായിട്ടുള്ളത്. നിരവധി പേർക്ക് പരിക്കുണ്ട്. വയനാട് കാട്ടിക്കുളത്താണ് ടൂറിസ്റ്റ് ബസ്സും KSRTC ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു PS അർജുൻ.